ഒന്നും ആവശ്യമില്ല. സർജറി 100% വിജയമായിരിക്കും എന്ന് തന്നെ പറയാം. അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം അങ്ങനെ വരുന്നത്. ഇനി സർജറി സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ജോർജ് വാളൂരാൻ്റെയും ഡോക്ടർ ജിയോ പോളിൻ്റെയും ഡോക്ടർ രാഹുലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സർജറി ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് നല്ല വാർത്തയ്ക്കായി കുറച്ച് നേരം കൂടെ കാത്തിരിക്കാം. അല്ല, ഇതിനൊക്കെ നമുക്ക് വേരിങ് ആണ് ടൈം. കാരണം ഇത് സർജറിയിലെ സങ്കീർണത അത്ര ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം അത് നേരിടാനുള്ള കഴിവും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ തന്നെയാണ് ഈ ടീമിന് നേതൃത്വം നയിക്കുന്നത്. അത് സാധാരണ സമയം 1.5 മണിക്കൂറിന് സർജറി പൂർണ്ണമാകുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇതിനകത്തുള്ള പോസ്റ്റ് ഓപ്പറേറ്ററി റിജക്ഷനാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. മറ്റൊരാളുടെ അവയവം വേറെ വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ശരീരം തന്നെയാണെങ്കിൽ റിയാക്ഷൻ, അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100% സക്സസ് തന്നെ ആയിരിക്കും ഈ സർജറി. അല്ല, അങ്ങനെയല്ല. ഇത് നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ഈ എയർലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യും. അനസ്തീഷ്യയ്ക്കുള്ള പ്രാഥമിക ആരംഭഘട്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേണം തുറന്നു വെക്കും. അതായത് സ്റ്റേണം തുറന്നു വെക്കും, ചെസ്റ്റ് വാൾ തുറന്നു വെക്കും. ആ ചെസ്റ്റ് വാൾ തുറന്നു വെച്ചിട്ട് ഒരു ടീം റെഡിയായി നിൽക്കും. ആ റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ സർജറി വന്നിട്ട് ഹാർട്ട് വന്നിട്ട് തുന്നി ചേർക്കുന്നത്. അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങും. അതായത് ഹൃദയം അവിടെ നിന്ന് സഞ്ചരിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങും. 4 മണിക്കൂറാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ. 4 മണിക്കൂറാണ് പരമാവധി എടുക്കാവുന്ന സമയം. അപ്പോൾ ഇത് മികച്ചൊരു നല്ലൊരു ഹാർട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് കോമോർബിഡിറ്റീസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളല്ല. മറിച്ച് മരണപ്പെട്ട ദാതാവെന്ന് പറഞ്ഞാൽ വളരെ നല്ല ജീവിതം നയിക്കുന്ന ഒരാളായതുകൊണ്ട് വേറെ കോമോർബിഡിറ്റീസ് ഒന്നുമില്ല. കൊളസ്ട്രോളിൻ്റെ അസുഖമോ ഷുഗറിൻ്റെ അസുഖമോ പ്രഷറിൻ്റെ അസുഖമോ ഉള്ള അസുഖങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ഹൃദയമായിട്ട് തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത്. മാച്ചിങ് ആയിരുന്നു. അത് ഒരു ആരോഗ്യ ഒരു 21 വയസ്സുള്ള കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ഹാർട്ട് തന്നെയാണ് കിട്ടിയത്. അല്ല, ഇത് സർജറിയുടെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ഇതിനുണ്ടാകാവുന്ന പ്രതിപ്രവർത്തനങ്ങൾ നേരിടാൻ നമ്മൾ സജ്ജമാണ്. എല്ലാ രീതിയിലും സജ്ജമാണ്. മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഫാക്ടേഴ്സ് വരെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. അപ്പം സക്സസ് നമ്മളൊരു 48 hours കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാൽ പോലും ആ 48 hours ഈ സർജറി പൂർത്തിയാകുന്നതോടെ 48 hours കഴിഞ്ഞ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള സക്സസ് സ്റ്റാറ്റസ് ഇപ്പോഴും തന്നെ പറയാൻ പറ്റും. സാധാരണ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നു കഴിഞ്ഞാൽ എത്ര സമയം, എത്ര നാൾ ഹോസ്പിറ്റൽ? അല്ല, ഹോസ്പിറ്റൽ സ്റ്റേ ഡിപ്പെൻസ്. ഒരു മൊബിലൈസേഷനൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിട്ട് കുറേ മൊബിലൈസേഷനൊക്കെ അത് പീരീഡ് വേരീസ് ഉണ്ട്. അത് സാധാരണ ഒരു 3 മാസം വരെ ആശുപത്രി പരിസരത്ത് തന്നെ അവർ താമസിക്കേണ്ടതുണ്ട്. ചില ആശുപത്രിയിലൊക്കെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനമില്ല. നമ്മൾ ആശുപത്രിയിൽ തന്നെ സ്ഥാപിക്കാനുള്ള പ്രത്യേക ഒരു ട്രാൻസ്പ്ലാന്റ് ICU വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് 2 ട്രാൻസ്പ്ലാന്റ് ICU ഉണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ICU ഉണ്ട്. അതേപോലെ തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ICU ഉണ്ട്. 2 ICU ഉണ്ട് ഇവിടെ. ആ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടിയുള്ള ICU ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ തുടർന്ന് നിർത്താനാണ് തീരുമാനം. അത് ഫർദർ കോഴ്സിൽ നമ്മൾ തീരുമാനം എടുക്കും. തൽക്കാലം നമുക്ക് പറയാനുള്ളത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് സക്സസ് ആയിട്ട് നമ്മൾ പൂർത്തിയാക്കി. പിന്നെ അതിൻ്റെ സർജറിയും സക്സസ് ആയിട്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ടീമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതെ, അത് ഒരു വ്യക്തി ഹൃദയം ഹാർവെസ്റ്റ് എടുക്കുകയാണ്. അറുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പരമാവധി സമയം 4 മണിക്കൂറാണ്. ഇറക്കുന്നതാണ്. അതെ, ഇതിനകത്ത് ഉള്ളത് നമ്മൾ സമ്പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും. നമ്മളൊരു തയ്യാറെടുപ്പിന് ഇതിൻ്റെ മരുന്നുകൾ വാങ്ങിക്കാൻ തന്നെ ഒരു 12 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കേണ്ടി വരും. ആശുപത്രി മാനേജ് കമ്മിറ്റി ഒറ്റക്കെട്ടായിരുന്നു. ഇതിനകത്ത് MLA MP ആശുപത്രി മാനേജ് കമ്മിറ്റി എല്ലാം ഒറ്റക്കെട്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നമ്മൾ സജ്ജമാക്കുകയും ചെയ്തു. കാരണം ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണോ, ജീവിതം നൽകണോ, അതോ മരണത്തിലേക്ക് തള്ളിയിടണോ എന്നുള്ള ഇഷ്യൂ വന്നപ്പോൾ HDS എല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ഈ കുട്ടിയുടെ കേസ് പ്രത്യേകമായിട്ട് ആശുപത്രി മാനേജ് കമ്മിറ്റി സംസാരിച്ചിരുന്നു. എല്ലാ ചെലവുകളും ആശുപത്രി മാനേജ് കമ്മിറ്റി തന്നെ വഹിക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മളിത് തുടർന്നുള്ള ശസ്ത്രക്രിയക്ക് ചാർജ് ചെയ്യണമെന്നുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടർന്നുള്ള ശസ്ത്രക്രിയയും കഴിവതും സൗജന്യമായിട്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം.
ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു വർഷത്തെ കാത്തിരിപ്പ് വെച്ചാൽ ഒരു വലിയ കാത്തിരിപ്പാണ്. അതിനിടയിൽ നിയമ നടപടികളിലേക്ക് ആ കുട്ടി പോയി. നിയമത്തിൻ്റെ ഹെൽപ്പ് തേടി അവർ പോയിട്ടുണ്ടായിരുന്നു. അത് കോടതി വളരെ അനുഭാവപൂർവ്വമായ നിലപാടാണ് എടുത്തത്. കാരണം കോടതിയുടെ മുമ്പിൽ എല്ലാ തെളിവുകളും അങ്ങനെയായിരുന്നു. കാരണം ഈ കുട്ടിക്ക് 2-3 വർഷം മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ഒരു കാര്യവും മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം ഇതില്ലെങ്കിൽ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാ ഹൃദയ സംബന്ധ അസുഖങ്ങൾക്കും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ചില മരുന്നുകൊണ്ടുള്ള ഭാഗ്യമായിട്ടൊന്നും ജീവൻ നിലനിർത്താൻ പറ്റും. ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഇതിന് ഒന്നീ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മരണം, അത് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രാധാന്യം. ഇല്ല, 2 കേസുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അത് താമസിയാതെ നടക്കും. കാരണം ഇതിനകത്തുള്ള ഈ രംഗത്തുള്ള പ്രശ്നം ഈ ഹാർട്ട് കിട്ടാനുള്ള പ്രശ്നമാണ്. ഹാർട്ട് കിട്ടാനുള്ള പ്രശ്നത്തിനേക്കാളും ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നുള്ള ഇഷ്യൂ ആണ്. ഒരുപാട് ഡോക്ടർ സമൂഹമാകെ ഒരു വല്ലാത്തൊരു ഒരു ആശങ്കയിലാണ്. ഈ പല കേസുകളൊക്കെ വന്നതിൻ്റെ കുറിച്ച് സർട്ടിഫിക്കേഷനെ കുറിച്ച് അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ഉള്ളൊരു ചർച്ചകൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പല മടി കാണിക്കുന്നു ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഡിക്ലറേഷൻ നടക്കുന്നത്. ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള ഒരു വിമുഖത സമൂഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ആട്ട് കിട്ടാനുള്ള തടസ്സം വന്നത്. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് അനുസ്യൂതമായിട്ടിപ്പം കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ കുറച്ചുകൂടി ഏകദേശം ലഭ്യമാണ്. നമുക്കുള്ള പ്രശ്നം ഈ എയർലിഫ്റ്റിങ്ങിൻ്റെ സമയം ഈ 4 മണിക്കൂറായി പരിമിതിപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഇത്രയും താവുന്നത്. അപ്പം മംഗലാപുരത്തും കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഇതുപോലെ ഹൃദയം മാറ്റിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ വളരെ ധാരാളം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ 14ാം സ്ഥാനത്താണ് നമ്മൾ വരുന്നത്. വളരെ പിറകിലാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ജനങ്ങൾ കുറച്ചുകൂടെ ബോധവാന്മാരാണെന്ന് കരുതണം. അപ്പോൾ അതനുസരിച്ച് അവർ മുന്നോട്ട് വരാറുണ്ട്. പക്ഷേ കേരളത്തിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു കാര്യം. പക്ഷേ ഈ സംഭവത്തോട് എറണാകുളം ജലാശയം ഇന്ന് നടന്ന ട്രാൻസ്പ്ലാന്റോടുകൂടി ഞാൻ കരുതുന്നത് കുറച്ചുകൂടെ പബ്ലിക് അവയർനെസ് ഉണ്ടാകും. കാരണം ഇതിനകത്ത് ഒരു ആവശ്യകതയാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ ടെക്നിക്കൽ സൈഡല്ല, ഇതിനകത്ത് യാത്രയിലുണ്ടാകുന്ന ലോജിസ്റ്റിക്സ് അതൊന്നുമല്ല പ്രശ്നം. ഇവിടെ ഒരു മനുഷ്യ ജീവിതം പെടയുമ്പോൾ ഒരാൾ ഹൃദയം കൈവെള്ളം വെച്ച് നീട്ടുകയാണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമൂഹം കുറച്ചുകൂടെ ബോധവാന്മാരാകുകയും കുറച്ചുകൂടെ മുന്നോട്ട് വരികയും ചെയ്യും ഹൃദയം ചെയ്യാൻ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒരു ജീവന് വേണ്ടി നാട് മുഴുവൻ കാത്തിരുന്നു. എല്ലാ പ്ലാനിങ്ങും കൃത്യമായിരുന്നെന്നും 4 മിനിറ്റ് കൊണ്ട് ഹെലിപ്പാഡിൽ നിന്നും ആശുപത്രിയിൽ എത്തിച്ചെന്നും സർജറി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് സർജറിയും പൂർത്തിയാകും. ആരോഗ്യമുള്ള ഹൃദയം തന്നെയാണ് കിട്ടിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആശുപത്രിയിലാകെ വലിയ ആൾക്കൂട്ടമാണ്. എല്ലാവരും മെഡിക്കൽ ടീമെല്ലാം ശസ്ത്രക്രിയയ്ക്കായി തയ്യാറെടുക്കുകയാണ്.